നാടൻപാട്ട് കലാകാരനായ രവി വെള്ളാരംകുന്നിൽ മത്സരാർത്ഥിയാകുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ട് ഇടതുപക്ഷത്തിന്. നാടൻപാട്ടിലെ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയാണ് രവി. ഇടതുപക്ഷത്തിന് ഇത് കൽപ്പറ്റ നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള മത്സര പോരാട്ടം കൂടിയാണ്. കൈതോല പായ വിരിച്ച് പായല്ലൊരു പറന്നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റമ്മവന്മാര് പൊന്നോ, കാതുകുത്താൻ എപ്പവരും നിന്റമ്മവന്മാര് പൊന്നോ. നാടൻപാട്ട് കലാകാരൻ രവിയാണ് ഇത്തവണ കൽപ്പറ്റ നഗരസഭയിലെ വെള്ളാരംകുന്ന് വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ ഗോത്ര സമൂഹ കലാകാരൻ 25 വർഷമായി സ്കൂൾ കലോത്സവ വേദികളിൽ നാടൻപാട്ട് ജഡ്ജ്മെന്റിനും കേരളോത്സവ വേദികളിൽ നാടൻപാട്ട് മത്സരാർത്ഥിയായി 1ാം സ്ഥാനവും നേടുന്ന കലാകാരനാണ്. 2022 നാടൻപാട്ടിനുള്ള ഫോക്ലോർ പുരസ്കാര ജേതാവും ഉണർവിലെ സജീവ നാടൻപാട്ട് കലാകാരനുമാണ് രവി. ഇത്തവണ ഇടതുപക്ഷത്തിനു വേണ്ടി കൽപ്പറ്റ നഗരസഭ തിരിച്ചുപിടിക്കാൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ പുതിയ അനുഭവം കൂടിയാണ് രവിക്ക്. അപ്പൊ നമ്മുടെ സന്തോഷം അവർക്കൊരു സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് കിട്ടണം. അപ്പൊ അവര് വിജയിപ്പിച്ചാലേ, വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. നേരത്തെ 2 വാർഡ് നഷ്ടത്തിനാണ് ഇടതുപക്ഷത്തിന് നഗരസഭ നഷ്ടമായത്. കഴിഞ്ഞ 5 വർഷത്തെ കൽപ്പറ്റ നഗരസഭ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനാസ്ഥ എന്ന് തന്നെ പറയാം. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയാണ് ഉള്ളത്. സഖാ രവിയെ സംബന്ധിച്ചിടത്തോളം തന്നെ രവിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങളും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടതില്ല. UDF ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭയിലെ UDF ഭരിക്കുന്ന വാർഡാണ് വെള്ളാരംകുന്ന്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളൊന്നും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉയരുകയാണ്. അവിടെയാണ് ഓടിവയലിൽ നിന്നും പാട്ടും പാടി ജയിക്കാൻ വെള്ളാരംകുന്നിലേക്ക് രവിയേട്ടൻ എത്തിയിരിക്കുന്നത്. വെള്ളാരംകുന്നിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.